ലൈറ്റ് ഇട്ട വണ്ടിയാണ്. ലൈറ്റ് ഇട്ടോ? ഈ നൈറ്റ് ഇട്ട വണ്ടി എന്റെയാ. ആൾക്കാർ പിന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇത് എത്ര പേരെ വിളിച്ചറിയേ? പോലീസുകാരെയും വിളിച്ചിട്ടുണ്ടോ? പാപ്പച്ചൻ ഇവിടെ ഇല്ലേ? ഇല്ല, സാറുമാര് കയറിയിരിക്കും. വളമാൻ വേറെ ആളുണ്ടോ? സാറേ ഓട്ടോ അവിടെ ഉണ്ട്. ഇവരെന്നെ ഇപ്പോൾ റോഡ് പോകണം. രണ്ടെണ്ണം വിട്ടിട്ട് കഴിഞ്ഞായിരിക്കും. ചോദിച്ചു നോക്കിയാലോ? കുട്ടി സാറേ, ഞാൻ വെപ്പുകാരനാ. ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളേ. സാറേ എടുത്തോ. എന്താ ചേട്ടാ, ആകെ പ്രശ്നമായി. വീട്ടിൽ നിറച്ച ഫോറസ്റ്റുകാരാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പിന്നെ നമ്മുടെ തങ്കച്ചേട്ടന്റെ ഓട്ടോ അവർ കൊണ്ടുപോയി. വണ്ടി മാറ്റി. വണ്ടി മാത്രമല്ല, ആശാൻ എങ്ങോട്ടേലൊക്കെ മാറിക്കും. അവര് പിടിച്ചാൽ നല്ല ഇടി അടിക്കും. പിന്നെ ഇടിയോളാൻ ഞാൻ നിൽക്കാം. ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി. നേരെ രജിയുടെ കർഷടിക്ക് ആയിരിക്കും. അല്ലെങ്കിൽ വേണ്ട, നേരെ പള്ളിപ്പുറമെ കൊണ്ടിട്ട് എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും. സൂക്ഷിക്കണം. ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ വയ്യ. ആശാനെ അനുഗ്രഹിക്കണം. ഇത് മാറിക്കില്ല. അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം. പള്ളി പോയേ ഉള്ളൂ. അപ്പോഴത്തേക്കും പണിയൊന്നുമില്ല കർത്താവ്. തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്നവരടിക്കണം. അതുപോലുള്ള ആൾക്കാരെ കമ്പനി കിട്ടണം. കാലിനുറപ്പില്ല. ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. ഇതാ കൂടി തന്നെയാണോ? കുറച്ചുകൂടെ കൂടിയത്. ഇത് കുറച്ച് ബാക്കിയുണ്ട്. മിലിട്ടറിയാ വേണമെങ്കിൽ 5 മാവന് കൊടുക്കാം. ഇത് 2 രൂപ കൂടുതലോ? പുള്ളി അടിച്ചോട്ടെ. 2 കക്കൂസി പോവാൻ 2 സിഗരറ്റ്. നാളെ രാവിലത്തേക്ക് 2 കഞ്ചാവ് വറുത്ത സിഗരറ്റ് ഒപ്പിക്കണം. അത് ഞാൻ ഇടയ്ക്ക് തരാം. എന്നെ വിശ്വസിക്കാം. കേണല്ല ചുമ്മാ നാളെ പന്തലങ്ങ് പറപ്പിച്ചോടാം. അഞ്ജു, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് പറ്റാത്തോണ്ടാ. ബി പോസിറ്റീവ്. ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ടിരിക്കെ. ചേട്ടാ, 5 റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരാരോ ഒരു കംപ്ലൈന്റ് ആയിരിക്കും. ഹലോ. സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? സദ്യ പരിപാടി കിട്ടാനായിട്ട് ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു കലാകാരൻ പറഞ്ഞതാ. എന്താ ഐഡിയ? അതായത് നാളെ സദ്യ ഗണപതിക്ക് വെക്കണതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള്, അതായത് കാർന്നൂര്, അയാളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. പിറ്റേ ആഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും, ഉറപ്പാ. ഓ ശരി. ഇവിടുത്തെ കല്യാണം നടന്ന മറ്റേ ജയൻചേട്ടൻ ഉണ്ടകണ്ണായിട്ടില്ലേ? അതെ. ഞാൻ 1-2 ഗ്ലാസ് കുടിപ്പിക്കാം. അതെ, പുള്ളി കൊണ്ട് തന്നെ നോക്കും. സലേ, നാളെ കുറച്ച് നേരത്തെ എണീക്കണം. ഒരുപാട് പണിയുള്ളതാണ്. കല്യാണത്തിനാണ് 100 വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട്. 100 ഒരു കക്കൂസ്. പിന്നെ 100 കക്കൂസ് ഉണ്ടാക്കിടാൻ പറ്റും. ദുബായിലെ ഒരാൾക്ക് 3. സകലവാ 2 പാട്ട് കഴിഞ്ഞ് ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ. അഞ്ചാവനല്ലേ, മാറിയിട്ടൊന്നുമല്ലോ. ഓക്കെയാണ്. വാ, ഒരു സെറ്റ്
ഇതോ തരാവേ. സാർ നന്ദി വേണം, നന്ദി. കറക്റ്റ് സമയമല്ലേ? അച്ഛാ സാർ പ്ലീസ് സാർ. അവൻ ചില്ലറക്കാരനൊന്നും എപ്പോഴും തെറിക്കലാണ്. മകനായിട്ട് തന്നെ അച്ഛന്റെ കിളി പറപ്പിക്കും. പാറക്കട്ര. ഈ സാരി എവിടെ മേടിച്ചേ? പൂവിന്റെ കാര്യം പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി, അത് മേടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. അതെ ചേച്ചി, കുറെ നേരമായില്ലേ, ഞങ്ങൾ നിർത്തട്ടെ. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, തീർത്തിട്ട് വിടാം. ഒന്ന് പോയടേക്കാം. ചേച്ചി ഇത് ചേട്ടനും പറയുന്നുണ്ടാവും കേട്ടോ. ചേച്ചി എന്തിനാണ് പ്ലീസ്, ഞാൻ ഇതൊന്നും ചെയ്തോട്ടെ, എന്നെ കോൺസെൻട്രേഷൻ കളയല്ലേ. ഇനി ആർക്കെങ്കിലും തെക്കാനുണ്ടോ? തെക്കാൻ വേണ്ടി എടുത്തിട്ട് വാ. എന്റെ പൊന്നു മോളെ, ഈ വക സാധനങ്ങളൊക്കെ എടുക്കുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട് ചേട്ടാ പൂ മേടിച്ചപ്പോ കുറച്ച് കൂടുതൽ മേടിക്കായിരുന്നല്ലേ? എല്ലാരും എടുത്തപ്പോഴേക്കും എനിക്കില്ല. നിന്റെ പൂ ഇതെന്താ കുളിക്കുന്നൊന്നുമില്ലേ? എടി, അവിടുത്തെ ബാത്റൂമിന്റെ വാലൊക്കെ പൊളിഞ്ഞു കിടക്കുവോ? എനിക്കൊന്ന് വാക്കുസി പോണം. ബാ, ആരെങ്കിലും ഉണ്ടോ നോക്ക്. വേറെ നിറച്ചുണ്ട്. സജിതേച്ചെന്ന് തോന്നണേ. ഇറങ്ങട്ടെ, കുറെ പേര് കേറിയതാ, കുഴപ്പമില്ലല്ലോ. ചേച്ചി പൂ വന്നോ? ഹലോ കിരൺ, ചേച്ചി കത്രിക എടുത്തു. കേട്ടില്ല? തൊടല്ലേ, കവര് സെറ്റ് ചെയ്തു. ആ ഓക്കെ ഓക്കേടാ. എന്താ പറ്റിയടാ? എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ? എന്താ ആ ബ്യൂട്ടീഷ്യൻ പെണ്ണുമ്പിള്ള മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ല. അവസാനം സാധനം കിട്ടുമ്പോ കണക്കണാന്ന് പറഞ്ഞ് പൈസ ഒന്നും കുറച്ച് ഞാൻ തരില്ല കേട്ടോ. എടാ, മര്യാദക്ക് കിട്ടുന്ന എന്താന്ന് വെച്ചെടുത്തു, അല്ലെങ്കിൽ കുന്തം കുടച്ചക്കറോ എല്ലാം കൂടെ എടുത്ത് ഞാൻ തൂട്ടിക്കളയും. ജയൻ ചേട്ടാ, ചേട്ടന് ഇതേവരെ റെഡിയായില്ലേ? അവിടെ ശാന്തിക്കാരൻ അന്വേഷിക്കണം, എന്തോ അത്യാവശ്യമാണെന്ന്. ചേട്ടാ കെട്ടറൊക്കെ പൊട്ടുവോ? പിന്നെ പൊട്ടിയല്ലേടാ. ആ പൊട്ടിയാ കൊള്ളാം. ഇതെന്നാ ഇയാളെ വയറ്റിൽ നിന്ന് പുകയാണോ വന്നത്? യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളല്ലേ, കുറച്ച് വെടിയുമ്പോഴൊക്കെ ഉണ്ടാവും. നിലമ്പൂർ കോവിലത്തെയാന്ന വിചാരം. ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോ ഒരു തേങ്ങോഴി അമ്മ വിളിക്കായിരുന്ന. നിന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണ് വാരിയിട്ടുണ്ട്, അതുകൊണ്ട് വിളിക്കാഞ്ഞതാ. ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ? ഞാൻ മാറ്റിത്തരാം. ഒന്നും അറിയാം പ്ലീസ്. കേണലിന്റെ കിളിവ് തുടങ്ങിട്ടാ. ഒന്ന് ഇറങ്ങണം സുഗത. തോക്കിന് ഒരു മാറ്റവും ഇല്ല.
രമേശ ഒന്നു സഹായിക്കടാ. സെറ്റാണ് ശാന്തി. അതെല്ലാം പിടിച്ച് വലിക്കരുത്. ശാന്തി അന്വേഷിച്ചിരുന്നു. പറഞ്ഞ സാധനങ്ങളൊക്കെ കുറവാണല്ലോ, ചില സാധനങ്ങൾ ഇല്ല. 5 ആപ്പിൾ പറഞ്ഞിട്ട് ഇപ്പൊ 1 ആപ്പിളേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ എന്നെ ഉണ്ടാക്കാനാ? ഉള്ളത് വെച്ചങ്ങ് ഉണ്ടാക്കിയാൽ മതി. എനിക്ക് തന്നെ. പിന്നെ ഈ ക്യാമറ എടുക്കാനെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ. നിങ്ങൾ തന്നെ പറഞ്ഞോണം. അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നേക്കരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വഭാവം മാറും. തേച്ച് വെച്ചതാണല്ലോ. ഇതാരുടെ കോണാണ്? എന്റെ ഷഡ്ഡി ഇവിടെ പോയി. ലില്ലി പൂക്കളുള്ള വെള്ള ഫോറിൻ ഷഡ്ഡിയാ. എമിറേറ്റ്സ് മാളിൽ നിന്ന് മേടിച്ചതാ. ഈശ്വര, ഷഡ്ഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ്. ഇതെന്റെ പോട്ടി ഇടും. ഇതിനത് ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ എല്ലാം. എന്ത് ചേട്ടാ? ഒന്നുമില്ല. ഒരു മിനിറ്റ്. ഞാനിങ്ങോട്ട് വരാൻ റെഡിയാവുമായിരുന്നു. ആണോ? സോളമൻ സാർ എന്തേ? ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഞാനിപ്പോ ഒറ്റയ്ക്കാ. അത് നന്നായി. ഈ ബാത്റൂമൊക്കെ ഇവിടെ എവിടെയാ? ബെഡ്റൂമിലാണ് ബാത്റൂം. ബെഡ്റൂം അതിനെന്താ, അതോട്ട് വരൂ, വാ. അങ്ങോട്ടേക്കാ. ഇന്നെന്താ ഡ്യൂട്ടി ഇല്ലേ? ഇന്നലെ നിന്റെ അപ്പന് സീരിയസ് ആന്ന് പറഞ്ഞിട്ട് SI ലീവ് തന്നില്ല. ഇന്ന് നിന്റെ അപ്പനോട് കൊന്നു. ആരെയത്? അതെ. അയ്യോ, എനിക്കറിയില്ല. ചിലപ്പോൾ കള്ളന്മാരായിരിക്കും. എനിക്കറിയില്ല. സത്യോടി ഞാൻ ചവിട്ടി പൊളിക്കൂട്ടാ. Susie.